നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. വനിതകളെ പേച്ചവളയെന്നോ വിശ്വാസവഞ്ചകയെന്നോ വിശേഷിപ്പിക്കുന്നത് സ്ത്രീ വിരുദ്ധമെന്ന് സുപ്രീം കോടതി. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയ്ക്കും ആദർശങ്ങൾക്കും വിരുദ്ധമാണെന്ന് ഇത്തരം പ്രയോഗങ്ങളെന്ന് കോടതി വ്യക്തമാക്കി. ബോംബെ ഹൈക്കോടതി ഉത്തരവിലെ പരാമർശങ്ങളെ വിമർശിച്ചുകൊണ്ടായിരുന്നു പരമോന്നത കോടതിയുടെ നിരീക്ഷണം. ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക, അഹദുദ്ദീൻ അമാനുള്ള, അഗസ്റ്റിൻ ജോർജ് മാസിഹി എന്നിവരടങ്ങിയ ഫുൾ ബെഞ്ചിൻ്റേതാണ് നിരീക്ഷണം. ബോംബെ ഹൈക്കോടതി ഉത്തരവിൽ ഒരു വനിതയെ പേച്ചവളെന്നും വിശ്വാസവഞ്ചകിയെന്നും വിശേഷിപ്പിച്ചത് ദൗർഭാഗ്യപരമാണെന്നും ഇത് അനുചിതവും സ്ത്രീയുടെ അന്തസ്സിനെ ഹനിക്കുന്നതുമാണ്. എന്നാൽ ഹൈക്കോടതി പുരുഷനെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നില്ല. ഭരണഘടനാ അനുച്ഛേദം 21 പ്രകാരം ഏതൊരു പൗരനും അന്തസ്സോടെ ജീവിക്കുക എന്നത് മൗലികാവകാശമാണ്. ഈ പ്രയോഗങ്ങൾ മൗലികാവകാശം ലംഘിക്കുന്നതാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയ്ക്കും ആദർശങ്ങൾക്കും വിരുദ്ധമാണ് ഇത്തരം പ്രയോഗങ്ങളെന്ന് കോടതി വ്യക്തമാക്കി. വിവാഹമോചന കേസിൽ കക്ഷിയായ സ്ത്രീയെ പരാമർശിക്കുമ്പോൾ അത്തരം വിശേഷണങ്ങൾ പാടില്ലെന്നും കോടതി പറഞ്ഞു. 1955 ഹിന്ദു വിവാഹ നിയമത്തിലെ 24-25 വകുപ്പുകളുടെ പ്രായോഗികത സംബന്ധിച്ച് കേസിൽ വാദം കേൾക്കുകയായിരുന്നു സുപ്രീം കോടതി. വിവാഹമോചന സമയത്ത് ഭാര്യയ്ക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണിവ. കേസ് തുടർവാദത്തിനായി പിന്നീട് പരിഗണിക്കും.